ഈ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അതായത് സ്ത്രീകൾ രണ്ട് രീതിയിൽ അവർക്ക് ഒരുമ്പെടാം. ഒന്ന് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടും ഒന്ന് ചീത്ത കാര്യത്തിന് വേണ്ടിയിട്ടും. നമ്മൾ ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് പല ലൈവുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ? നമ്മുടെ ഷെഫീന ബീവിയുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു എച്ച് മുസ്ലിമായിട്ട് കാമിത അപ്പുറത്തു നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ രണ്ടു പേർക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു കാലത്ത് ഷെഫീന ഒരു ഫ്രീ തിങ്കർ ആയിരുന്നു, അല്ലെങ്കിൽ യുക്തിവാദിയായിരുന്നു. ഇപ്പോഴും അവർ ഇസ്ലാം എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ പല കാര്യങ്ങൾക്കും എതിരെ തന്നെയാണ് അവരൊരിക്കലും ആശയപരമായിട്ട് ഒരു കംപ്ലീറ്റ് ഒരു മുസ്ലിം ആണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ അവരിപ്പം ഇറങ്ങി പുറപ്പെട്ടൊരു കാര്യമുണ്ട്. പുറപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്തിരിക്കുന്ന ആ ഒരു ഫ്രീ തിങ്കർ എച്ച് മുസ്ലിം എന്നും പറഞ്ഞ് നടക്കുന്ന അപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ, അവർ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് എനിക്കെതിരെ എന്നെ പേടിപ്പിച്ച്, എന്നെ ഇല്ലാണ്ടാക്കി, എന്നെ ഭീകരമായിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമൂഹത്തിനെതിരെ ഇരുന്ന് ദിവസം രാവിലെ പുലർച്ചെ ഇരുന്ന് രാത്രി 12 മണി വരെ ഇരുന്ന് കുറ്റം പറച്ചിലാണ്. കുറ്റം പറച്ചിലല്ല, ചെറ്റത്തര ഇരുന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളും കഥകളും വെച്ച് തംബ്നെയിൽസ് ഉണ്ടാക്കി, ഇല്ലാത്ത ന്യൂസ് എല്ലാം കൂടെ പടച്ചു വിട്ട് ഒരു സമൂഹത്തിനെ മൊത്തം, ഈ കേരളം പോലത്തെ ഒരു എല്ലാ റിലീജിയനും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇരുന്നിട്ട് രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ 2-3 മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ എന്ത് ചെറ്റത്തരം ഇരുന്ന് പറയാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പെണ്ണ് ഉരുമ്പെട്ടാൽ ആ രീതിയിൽ പെണ്ണ് ഉരുമ്പെടും. ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ, നമ്മൾ ഷെഫീന ബീവിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരുമ്പെട്ട ഒരു പെണ്ണിനെ, ഒരു സമൂഹത്തിനെ തന്നെ കരിവാരി തേക്കാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തെ ആൾ ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ രണ്ടിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒന്ന് നല്ല വഴിക്ക് പോകുന്നു, ഒന്ന് പാതാളത്തിലോട്ട് പോകുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് 2-3 ലൈവുകൾ ഒക്കെ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും, അതായത് നമ്മുടെ എച്ചി ആയിട്ടുള്ള സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. അവർക്ക് മുമ്പുണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ടാണ് അവർ ഈ സംസാരിക്കുന്നത് മൊത്തം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തേടിയിട്ടാണ് നമ്മുടെ ഷെഫീന ബീവി ഇറങ്ങിയിട്ടുള്ളത്. ഇറങ്ങി തിരിച്ച് എത്തിയ സമയത്ത് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നടന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവരുടെ വീഡിയോസിനും ഇതിൽ പ്രതികരിച്ച ആളുകളുണ്ട്. ആളുകൾ ആരൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാം, കാണാത്തവരൊന്നല്ല നിങ്ങളാരും. പ്രതികരിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ പ്രതികരിക്കാൻ വരുന്നത്. ഒരാളിതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് ഇവരൊക്കെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നത്. അപ്പം തന്നെയാണ് നമ്മുടെ ഈ ഉറുമ്പും കൂട്ടത്തിൽ എന്താ പറയുക, കല്ലെറിഞ്ഞ അവസ്ഥയിൽ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഫ്രീ തിങ്കർ എല്ലാവരും കൊണ്ട് ഫ്രീ പോയിട്ട് ഇങ്ങനെ ചാടി തുള്ളി ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി 2-3 ലൈവായി. ഏതൊക്കെയോ കണ്ട പെണ്ണും പിള്ളമാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഓരോ കഥകൾ ഡെയിലി, ഓരോ വീഡിയോയിലും ഓരോ കഥകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാരണം ഈ ചേരൻ്റെ മേലെ ഈ മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചേര അങ്ങനെ പൊളഞ്ഞു ഓടുന്ന പറയാം. അതേ അവസ്ഥയാണ് ഇപ്പം നമ്മുടെ എച്ചിയുടെ കാര്യം, എച്ച് മുസ്ലിമിൻ്റെ കാര്യം ഇപ്പം അതാണ്. അപ്പം ഇവർ ഈ ഷെഫീനെ കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പുറത്തോട്ട് വന്നപ്പം അയാൾ വട്ടനാണ്, അയാൾ ഭ്രാന്തനാണ്, അയാളുടെ കുടുംബം മൊത്തം ഭ്രാന്താണ്, അയാളുടെ ഉമ്മ ഭ്രാന്ത് വന്നിട്ട് മരിച്ചു, അയാളുടെ സഹോദരി ഭ്രാന്ത് വന്ന് മരിച്ചു, കടത്തിണ്ണലേ കിടന്ന ഒരാളാണ്, അങ്ങനെ ഭ്രാന്തന്മാരെ കൂട്ടത്തിലോട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടത്, അയാൾ സ്വന്തം മകളെ പോലും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ ഇരുന്നങ്ങ് പറയാൻ തുടങ്ങിയത്. ഭയങ്കര എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് അവർ തിരിച്ച് ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പറഞ്ഞ അപ്പറഞ്ഞ പ്രസ്തുത വ്യക്തി വീട്ടിൽ കയറിയ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, മണക്കും. അവരെ കയറ്റിയ വണ്ടി നിങ്ങൾ കയറേണ്ടി വരും. കുളിക്കാത്ത ആളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ കുളിയും നനിയും ഒന്നുമില്ലാത്ത ആൾക്കാണല്ലോ 2 മക്കളുണ്ടായത്. അത് ഈ പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾക്ക് 2 മക്കളുണ്ടായി, ജീവിച്ചു. അന്നൊക്കെ എങ്ങനെയാണോ കുളി നനാന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അല്ലേ. ഓരോരുത്തർ കുളിക്കാണ്ടിരിക്കുക, മക്കളുണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അപ്പം ഇങ്ങനത്തെ കുറേ അലിഗേഷൻസുമായിട്ടാണ് ഇപ്പുറത്ത് വന്നത്. അതായത് ഒരു മനുഷ്യൻ, ഒരു ആണിനെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരാളെ പേടിപ്പിക്കാൻ, അത് അയാൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും അയാളെ പേടിപ്പിച്ച് പൂട്ടാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ പോക്സോ കേസ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ആ ഒരു അലിഗേഷൻസ് വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാൾ മുന്നോട്ട് ഇറങ്ങി വന്ന ഒരാളെ പിന്തിരിയണമെങ്കിൽ നമ്മുടെ നിയമം അങ്ങനെയാണേ. പോക്സോ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് നമ്മൾ ഓടും, ആണുങ്ങൾ പേടിച്ചോടും. ഇല്ലെങ്കിലും വേണ്ടില്ല, പോക്സോ എന്ന് പറഞ്ഞങ്ങ് തന്നാൽ മതി, പോലീസ് നോക്കിക്കൊണ്ടുപോയി, പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ, പാവങ്ങളല്ലേ, ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനത്തെ കഥകളാണ് ഇപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബൈറ്റും കൂടെ എനിക്ക് കിട്ടി.
ഈ ഷെഫീന ബീവി ത്രൂ തന്നെയാണ് എനിക്ക്, നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇത് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇവർ ഈ പറഞ്ഞ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ സിസ്റ്റേഴ്സും നമ്മുടെ അവരുടെ ആങ്ങള അല്ലെങ്കിൽ അവരുടെ ഉമ്മ അവരുടെ സിസ്റ്റേഴ്സാണ് അവരെ സപ്പോർട്ട് ചെയ്ത് അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതേ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഷെഫീന ബീവി എത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ചെറിയ റെക്കോർഡ് ഞങ്ങൾ കേൾപ്പിച്ചില്ല. അവിടുത്തെ ഈ സിസ്റ്ററിൻ്റെ മകൻ പറയുന്നത് സ്വന്തം ഉമ്മയുടെ അനിയത്തിയുടെ അവസ്ഥ എന്താണ്, അവരെങ്ങനെയൊക്കെ കാണുന്നു ഇവരെ എന്നുള്ളതിനെ പറ്റി ഒരു കാര്യമുണ്ട്. ആ ക്ലിപ്പാണ് ഈ ക്ലിപ്പ്. മോന്റെ പേരെന്താ? റാഫി. അവരായിട്ട് ആരായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അവർക്കത് മനസ്സിലാവൂല. കാരണം അല്ല, അവർക്കത് പിടികിട്ടത്തില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. അവർക്കത് പിടികിട്ടത്തില്ല. ഞാൻ നേരിട്ട് വരാം, കൂടെ വരാന്ന് പുള്ളി പറഞ്ഞു. ആ കുട്ടികൾ വെറും പാവം കുഞ്ഞുങ്ങളാ, 2 ആൺമക്കളും 2 പേരെന്നല്ലേ പറഞ്ഞേ? 2 പേരുണ്ട്. ഒരു വളരെ ഡീസന്റ് എന്നാ പറഞ്ഞത്, അല്ല മോശമൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്നും ഒരു പേഴ്സണൽ ഒരു ഇഷ്യൂ ഇല്ല. അവളുടെ ഉമ്മ ആക്സിഡന്റ് ആയിരിക്കാണ് വീട്ടില്, ഇവര് എനിക്ക് വേറെ അല്ലെ, നമുക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ലപ്പാ. ഒരു തവണ ഞാൻ കോഴിക്കോട് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ എന്നെ പുറത്ത് കളിക്കാൻ പറ്റുന്നത് ഒരു തവണ ഞാൻ കണ്ടു, കടയിൽ വെച്ച് കണ്ട് എന്റെ അടുത്ത് അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്നെ എടുത്ത് വളർത്തിയത് ഞാൻ അവരെ പരുത്തിക്കുടി അവരെ വീട്ടിൽ നിന്ന് എടുത്തോളൂ. അതുകൊണ്ടാണ് ഈ നിൽക്കുന്ന മനുഷ്യനെ എനിക്ക് മുമ്പേ അറിയാം. മുമ്പേ കണ്ടിട്ടുണ്ട് പരുത്തിക്കുടിയിൽ. എന്റെ ജോലി സൺ ഡയറക്ടർ ടെക്നീഷ്യനാണ് ഞാൻ. ഒരു മിനിറ്റ്, ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരുത്തനാണ്. ആളെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ബന്ധമില്ല, എന്നെ എടുത്തു വളർത്തിയ ആളാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പൈസ വെച്ച് നീട്ടി 1000 രൂപ. ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഗസ്റ്റ് പ്ലെയർ ആണ്, എന്നെ കളിക്കാൻ വന്നപ്പോ എനിക്ക് അവർ പൈസ തരണമുണ്ട്, എനിക്ക് 1000 പൈസ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വാപ്പാടെ വെച്ച പൈസ തരും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആർക്കാണ് ഇഷ്ടമേ? എന്റെ കുടുംബത്തെ അറബി കോളേജ് പഠിച്ച എത്ര ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ അവരെക്കാൾ പഠിത്ത വിദ്യാഭ്യാസമുള്ള ആളാണ് കുച്ചമ്മ. അതായത് ഇന്ന് പാളയം പള്ളിയിലെ ഇമാമാണ്, ഈ ഒരു സ്ത്രീകളെ ഇമാമാണ് എന്റെ ഈ നിൽക്കുന്ന ആളെ മൂത്ത ചേർത്ത്. കാരണം എല്ലാവർക്കും വിലയുണ്ട്, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മാനസികം എന്ന് പറയുന്നത് ആൾക്കാർ പറയുന്ന രീതികളെ വളരെ മോശമാണ്. ഇപ്പൊ നിങ്ങളെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ പോയാൽ ഗപ്പൂറത്ത് ഒരാൾ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമുക്കറിയത്തില്ല ആരത്. നിങ്ങളെ കൂട്ടത്തിൽ വന്ന ആളാണ്? അല്ല, ഞങ്ങളല്ലേ വന്നുള്ളൂ. കാരണം പാളയത്തും ജമാഅത്തിൽ ഇതുവരെ വന്നിരുന്നു. ഇലക്ഷന് സമയത്ത് വോട്ട് ചെയ്യാൻ അവരെന്നെ കണ്ടപ്പോ അവരെന്നെ അടുത്ത് ചോദിച്ചു. ഞാൻ 2 പേരടുത്ത് ചൂടായി, എന്റെ വായിന്ന് അറിയാതെ ചീത്ത വിളിച്ചു. കാരണം കൊച്ചുമാരെ പറ്റി അതുപോലെ പറഞ്ഞപ്പോ എനിക്ക് നല്ലപോലെ കയറി കൊണ്ടപ്പോ ഞാൻ ചീത്ത വിളിച്ചു. അയ്യോ മോനെ, നീ അങ്ങനെ അവരുടെ വീഡിയോ കണ്ടാ നീ അവരെ ചീത്ത വിളിക്കും. എനിക്ക് ഞാൻ കാണൂല അങ്ങനെ. ഞാൻ ലൈവിലൊക്കെ വരുമ്പോ ഞാൻ തന്നെ ഫോണിലൊക്കെ കട്ട് ചെയ്ത് കളയും. കാരണം തന്നെ നമുക്ക് പണ്ട് കാര്യമില്ല. ഇസ്ലാമിനെ കുറിച്ച് ഞാനും അറബി കോളേജിൽ ഖുർആനൊക്കെ പഠിക്കാൻ വേണ്ടി പോയാണ്. എന്നെ കൊച്ചുമേനെ കൊണ്ടാക്കിയത് പഠിപ്പിക്കാൻ ജാമ്യയിലൊക്കെ, മലപ്പുറം കോഴിക്കോടൊക്കെ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. കൊച്ചുമ ആ സമയത്ത് തന്നെ കൊണ്ടാക്കണമല്ലോ, ഞാൻ അവരെ കൂടെ പഠിച്ചതാണ്. പിന്നെ ഈ ഒരു കല്യാണവും കഴിഞ്ഞതോടെ അവരതായിട്ടുള്ള രീതിയിൽ മാറിയതാണ്. അയാള് ഈശ്വര മതവാദി എന്നാ പറയുന്ന ഇപ്പൊ ഉള്ള ആള്, എന്നിട്ടാണ് ഈ വേല കാണിക്കണേ. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ക്ലിപ്പിൽ ആ പുള്ളി പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമ്മ കോഴിക്കോടാണ്, ഞാൻ അവിടെ ചെന്നു, അവർ പൈസ തന്നു, ഞാൻ പൈസ വാങ്ങിച്ചില്ല. പറയാൻ ഇഷ്ടമല്ല, അവർക്ക് പറയാൻ ഇഷ്ടമല്ല. അവരുടെ കാശ് വാങ്ങിക്കാനും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനും ബാക്കിയുള്ളവരുടെ ഇടയിൽ നടക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ വിശ്വാസികളാണ്. വിശ്വാസമല്ല മുസ്ലിങ്ങളെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇല്ലാത്തവന്മാരാണ്, മറ്റേ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്, സെക്സ് മൂത്ത് കാമം മൂത്ത് നടക്കുന്നവരാണെന്ന് നായിക്ക് 40 വട്ടം പറയുന്ന ഈ സ്ത്രീനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവർക്ക് മുന്നോട്ട് പറയാൻ പറ്റുന്നില്ല. ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് എന്താ കുടുംബമാണ്, ബന്ധുക്കളാണ്, രക്തബന്ധമുണ്ട്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട്. നമ്മൾ ഈ കാര്യമായിട്ട് ഈ പറഞ്ഞ കുടുംബത്തിലെല്ലാ ഇവരുടെ സിസ്റ്റേഴ്സിനും ബാക്കിയുള്ളവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പറയാൻ തന്നെയുള്ളത്. പക്ഷേ പുറത്തോട്ട് വരാനും ഇവരുടെ മുഖം വരുമോ, ഇവരാരും റെക്കോർഡ് ചെയ്യുമോ ഒക്കെ പേടിച്ചിട്ടാണ് പലരും മുന്നോട്ട് വന്നൊന്നും പറയാത്തത്. അതല്ലാണ്ട് ഈ പാവങ്ങളൊന്നും ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരോട് ആർക്കും ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന ആള് ഇന്നലെ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഫാമിലിനെ ഇപ്പം പൈസ കൊണ്ട് സഹായിക്കുന്നുണ്ട്, അവർക്ക് ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് എന്നും പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യൻ ആദ്യം കെട്ടിയ ഇവർ ഒരുമിച്ചാണ് ഇപ്പം ഭയങ്കര, അവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ പെരുന്നാളിന് ഒരുമിച്ച് പോകുന്നു, അവർക്ക് വീട് വാടകയ്ക്ക് എടുത്ത് അതിന് കാശ് കൊടുത്ത് മക്കളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള ചെലവിന് കൊടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഫാക്ടർ അവർ ഇടക്കിടക്കിടക്കെടുത്ത് പറയുന്നുണ്ട്. എനിക്കത് കേട്ടപ്പം തോന്നിയത് സത്യത്തിൽ ഇവർ കൊടുക്കുന്ന കാശ് അല്ലെങ്കിൽ ഇവർ ഈ രീതിയിൽ ഇവർക്കിപ്പോൾ ഫണ്ട് നല്ലോണം വരുന്നുണ്ടല്ലോ,
ഈ ഒരു സമൂഹത്തിനെ തകർക്കാൻ വേണ്ടി അപ്പുറത്തുള്ളൊരു തീവ്ര സംഘീയ സംഘടന കൊടുക്കുന്ന ഫണ്ട് മൊത്തം ഇവർക്ക് വരുന്നുണ്ട്. ഈ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇവരെ എതിർക്കും എന്ന് തോന്നുന്ന പല ആളുകളുണ്ട്, കുടുംബത്തിലും ബന്ധുക്കാരുമായിട്ട്. ഇവർക്കൊക്കെ കാശ് കൊടുത്ത് അവരെ സേഫ്, അല്ലെങ്കിൽ അവരെങ്ങനെ ഇവരുടെ കയ്യിലെടുത്ത് വെച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. അതിനാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇന്നലത്തെ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പറയുന്നുണ്ട്, ഞാൻ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, അവരെ ഞങ്ങളാ നോക്കുന്നത്, ഇവരെ ഞങ്ങളാ നോക്കുന്നത്. അപ്പം കാശുണ്ടെങ്കിൽ പിടിച്ചു വെക്കാം എന്നുള്ള സ്റ്റൈലിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കണ്ടും അല്ലെങ്കിൽ അവരെ എന്തൊക്കെ സഹായങ്ങൾ കൈപ്പറ്റിയതുകൊണ്ടും ആയിരിക്കാം ഇപ്പുറത്തുള്ള ആൾക്കാർക്കൊന്നും പറയാൻ പറ്റാണ്ട് ഇവർ പെട്ടെന്ന് പെട്ടിരിക്കുന്നൊരവസ്ഥ. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ മൊത്തം സത്യാവസ്ഥ 1, 2, 3 ദിവസങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ ഷെഫീന ബീവി അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കും. എന്താണെങ്കിലും ഇപ്പുറത്തെ ആൾ ചേരയുടെ മേലെ മണ്ണെണ്ണ ഒഴിച്ച പോലെ വെകിളി പൂണ്ട് ഊട്ടി നടക്കുന്നുണ്ട്. എവിടം വരെ എത്തുന്നുള്ളത് നമുക്ക് കാണാം. ഇത് ചെറിയൊരു പാട്ട് മാത്രം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ എത്ര വീഡിയോ ചെയ്യേണ്ടി വരുമെന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് തോന്നുന്ന കറക്റ്റാണോ, എന്താണോ നിങ്ങൾക്ക് തോന്നുന്ന കമൻ്റ് ഇടണം. എന്താണെങ്കിലും നമുക്ക് നോക്കാമല്ലോ അല്ലേ.